മുസ്ലിം ലീഗിൻ്റെ വനിതാ നേതാവ് സുഹറ മമ്പാടിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ഇന്ന് 12/5/2026 ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ ഒരു വീഡിയോക്ക് ആധാരം. അപ്പോൾ അതിൽ അവരാദ്യം പറയുന്ന അവർ നേരിട്ട സൈബർ അറ്റാക്കിനെ കുറിച്ചിട്ടാണ്, ആക്രമണങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഞാനിത് വായിച്ചു തുടങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചത് ഇത് CPM-ൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ അണികളിൽ നിന്നോ അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ അണികളിൽ നിന്നോ ആരിൽ നിന്നെങ്കിലും നേരിട്ട ഒരു സൈബർ ആക്രമണം ആവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ വായിച്ചു വന്നപ്പോഴാണ് ഇത് മുസ്ലിം ലീഗിൻ്റെ അണികളിൽ നിന്ന് തന്നെ അവർ നേരിട്ട ഒരു സൈബർ കുറ്റകൃത്യത്തെക്കുറിച്ചാണ് ആ പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ സുഹറ മമ്പാടിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചത് സുഹറ മമ്പാടിൻ്റെ രാഷ്ട്രീയ എതിരാളികളായിരിക്കും ഇത്തരത്തിലൊരു കമൻ്റ് ഇട്ടിരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പോസ്റ്റ് മുഴുവൻ വായിച്ചാൽ നമുക്ക് മനസ്സിലാകുക, ഈ ഒരു വനിതാ നേതാവിനെതിരെ ഇത്തരത്തിലുള്ള കമൻസുകൾ എഴുതിയത് സാഹിബുമാർ തന്നെയാണെന്നില്ലേ. ഞാൻ പണ്ടും പറഞ്ഞിട്ടുണ്ട്, എന്താ വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം ലീഗിൽ 2 തരം അണികളുണ്ട്. അതൊന്ന് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നേരം വെളുക്കാത്ത വളരെ തീവ്രമായി ചിന്തിക്കുന്ന ആളുകൾ തന്നെയാണ് എന്നുള്ളതാണ്. എന്നാൽ വളരെ നല്ല മനുഷ്യരുള്ളൊരു പാർട്ടിയാണ് കേട്ടോ ഈ മുസ്ലിം ലീഗ്. എനിക്ക് തന്നെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അത്രയും വെറും സാമൂഹ്യ പ്രവർത്തനം നടത്തി മാത്രം അവരെ നമുക്ക് ഈ ഇത്തരം സോഷ്യൽ മീഡിയയിലൊന്നും കാണാൻ പോലും കിട്ടില്ല എന്നുള്ളതാണ്.